വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. ഓർമ്മിക്കുക, ക്രൈസ്തവ ജീവിതത്തിൽ വിവേകം അത്യന്താപേക്ഷിതമാണ്. ഇത് ഒരു ദൈവദാനമാണ്. വിശ്വാസികളെല്ലാവരും ഈ വരദാനത്തിനായി പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുകയും നിരന്തരം പ്രാർത്ഥനയിലും വായനയിലും വിചിന്തനത്തിലും സതുപദേശ സ്വീകരണത്തിലും വളരണം. ന്യായവും നല്ലതുമെന്ന മട്ടിൽ അന്യായമായി പലതും അവതരിപ്പിക്കുന്ന ലോകത്തിൽ, വഞ്ചനയുടെ ഒരു സംസ്കാരത്തിൽ, പല തിരക്കഥകൾക്കും കീഴ്പ്പെട്ടു നീങ്ങുന്ന സ്ഥാപിത താൽപര്യത്തിന്റെ ലോകത്തിൽ വിവേചിച്ചറിയലിന്റെ ദാനം ഒരു അടിയന്തരാവശ്യമാണ്. വിവേചനമില്ലെങ്കിൽ തിന്മയുടെ പ്രവണതകൾക്ക് നാം വളരെ വേഗത്തിൽ ഇരകളായിത്തീരും. ചില പുതുമകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവം നൽകുന്ന പുതുവീഞ്ഞാണോ അതോ പിശാചിന്റെ അരൂപി നൽകുന്ന വ്യാമോഹമാണോ എന്ന് തിരിച്ചറിയണം. ജീവിതത്തിലെ ഗൗരവപൂർണമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിലും വിവേചനാശക്തി ആവശ്യമാണ്. ദൈവത്തിന്റെ സമയക്രമങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണത്. കർത്താവിന്റെ സ്വരത്തിന് ചെവി കൊടുക്കണം. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാതെ കർത്താവിനെ ശ്രവിക്കണം. വിശുദ്ധരുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ മറിയത്തിന്റെ മാതൃക പിന്തുടരുക. വിശുദ്ധരിലെ വിശുദ്ധിയും മറ്റെല്ലാവരേക്കാൾ അനുഗ്രഹീതയും വിശുദ്ധിയുടെ മാർഗം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അമ്മ നാം വീണുകിടക്കാൻ അനുവദിക്കാതെ നമ്മെ കൈകളിലെടുക്കുന്നവളാണ്. പരിശുദ്ധ അമ്മയുമായുള്ള സംഭാഷണം നമ്മെ ആശ്വസിപ്പിക്കുകയും സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ വിശ്വാസവും ബോധ്യവും ലഭിക്കണമെങ്കിൽ നാം സദാ പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെട്ട് ജീവിക്കുന്നവരായി മാറണം. അതിന് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പൈതലായി തീർന്നിടുവാൻ ക്രിസ്തുവിൻ വചനത്തിൽ എഴുന്നേൽക്കണം. ദൈവത്തിൻ പൈതലായി തീർന്നിടുവാൻ ദൈവം വേണം, ദൈവകൃപയും വേണം. ക്രിസ്തീയ ജീവിതം നയിച്ചിടുവാൻ ദൈവം വേണം, ദൈവകൃപയും വേണം. ക്രിസ്തീയ ജീവിതം നയിച്ചിടുവാൻ ആത്മാവേ ഉണർന്നിരിപ്പിൻ, ജാഗ്രതയോടെന്നും ആയിരിപ്പിൻ. വിശ്വാസമെന്നും വർദ്ധിച്ചിടേ